വരുമ്പോൾ ഒരുപാട് ജോബ്സ് നഷ്ടപ്പെടും എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം എൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പെർസ്പെക്റ്റീവിൽ ഞാൻ പറയുകയാണെങ്കിൽ ജോബ്സ് നഷ്ടപ്പെടണം. ചില ജോബ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡേഞ്ചറസ് ജോബ്സ് ആണ്. ആ ജോബുകളൊന്നും മനുഷ്യന്മാർ ചെയ്യരുത്. ഇനി അത് വേറെ എന്തെങ്കിലും റോബോട്ടിക്സോ വെച്ചിട്ട് അത് എന്തെങ്കിലും നമ്മൾ മാറ്റിയെടുക്കണം. കാരണം വെച്ചാൽ ഞാൻ ഒരു ബിഗിനിങ് സ്റ്റേജ് മുതലേ വന്നതാണ് കൺസ്ട്രക്ഷനിൽ നിന്ന്. അപ്പോൾ അവരെടുക്കുന്ന ഹാർഡ് വർക്കും ബുദ്ധിമുട്ടും, ഇപ്പോൾ അവർ പറയുന്ന പോലെ ഡ്രെയിനേജ് സിസ്റ്റം ക്ലീൻ ചെയ്യുന്ന അതുപോലത്തെ ഒരുപാട് ജോബ്സ് ഉണ്ട് ഇതിൽ. അപ്പോൾ അതെല്ലാം ടേക്ക് ഓവർ ചെയ്താൽ അത് ഹ്യൂമാനിറ്റിയെ തന്നെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എന്നില്ല. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ബ്രിക്ലി എന്നുള്ളൊരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തു. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് വെരി എക്സ്പെൻസീവ് തിങ് ടു ബിൽഡ് എ സോഫ്റ്റ്വെയർ. സോ വെച്ചിട്ടാണ് ഞാനത് ബിൽഡ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഞങ്ങളത് സെല്ല് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഞങ്ങൾക്കത് പ്രോഫിറ്റാണ്. നമ്മുടെ കമ്പനി അത് ഒപ്റ്റിമൈസ് ചെയ്യാൻ നല്ല രീതിയിൽ സഹായിച്ചു. എല്ലാം മാർക്ക് ചെയ്യണം. അപ്പം ഞാൻ വെച്ചാൽ ഇവർക്ക് ഒരു 10 മിനിറ്റ് ഞാൻ സേവ് ചെയ്ത് കൊടുത്താൽ അവർക്ക് അത്രയും കൂടെ അവരുടെ ഫാമിലിയുടെ കൂടെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ആ ഒരു തോട്ടായിരുന്നു എനിക്കുണ്ടായിരുന്നു. സോ അതെല്ലാം ഞാൻ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നുള്ളത് കോൺട്രാക്ടേഴ്സിന് വേണ്ടി. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുപാട് കോൺട്രാക്ടേഴ്സ് ഇപ്പോൾ ഇല്ല. കാരണം ഇത് ലോസ് വന്നിട്ടത്, കാരണം ഇതിൻ്റെ ഈ കൺസ്ട്രക്ഷനിൽ ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ കഴിയില്ല, കോംപ്ലക്സ് ജോബ് ആയതുകൊണ്ട്. സോ ഓരോ വർക്കും ഇത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നുള്ളത് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ബ്രിക്ലി എന്നുള്ള സോഫ്റ്റ്വെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്.